India Gate to see the Republic Day parade with other children of her school. As the children settle down, they hear something about India Gate on the loudspeaker to the right of the president in the India Gate. This was built in memory of the Indian soldiers who died in the First World War. There are lots of people sitting on both sides of Rajpath. The main road along which the parade passes. Children are talking about the buildings they can see around them. That is Republic Parade where happened on India Gate. India Gate le Republic Day Parade കാണാനിരിക്കുന്ന കണ്ടിട്ടില്ലേ? ഓക്കെ, അപ്പം ഇതേപോലെ ആഷി അവരുടെ ഫ്രണ്ട്സുമായിട്ട് Republic Day Parade കാണാൻ പോയപ്പോഴാണ് അവര് they hear something about India's Gate. അപ്പോഴാണ് അവർ ലൗഡ് സ്പീക്കറിലൂടെ കുറച്ച് സൗണ്ട് കേട്ടു. What was the sound? To the right of the president in India Gate. അതായത് ഇന്ത്യ ഗേറ്റിലെ പ്രസിഡന്റിന്റെ പൊസിഷന് റൈറ്റ് സൈഡിലായിട്ട് ഒരു സ്മാരകമുണ്ട്. എന്തിനു വേണ്ടിയുള്ള സ്മാരകമാണ് ഇന്ത്യൻ സോൾജിയേഴ്സ് ഹു ഡൈഡ് ഇൻ ദ ഫസ്റ്റ് വേൾഡ് വാർ. ആദ്യത്തെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരിച്ച സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് വേണ്ടി അവരുടെ ഓർമ്മയ്ക്കായി പണിത കെട്ടിടമാണ്. എവിടെയാണ്? റൈറ്റ് സൈഡ് ഓഫ് ദ president. There are lots of people sitting on both sides of Rajpath. Rajpath എന്നാണ് ആ റോഡിൽ പറയുന്ന പേര്. അതിന്റെ both സൈഡിലായിട്ട് ഇരിക്കുന്നുണ്ട്. The main road along which the parade passes. അതായത് ഈ പരേഡ് പാസ് ചെയ്യുന്ന മെയിൻ റോഡിന് ഇരുവശങ്ങളിലായിട്ട് ധാരാളം ആളുകൾ ഇരിക്കുന്നുണ്ട്. Children are talking about the buildings they can see around them. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോയ കുട്ടികളൊക്കെ buildings they can see around them. അവർ ചുറ്റും കാണുന്ന ബിൽഡിങ്ങുകളെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. Here is a photograph taken from ഒരു മോളിൽ നിന്ന് താഴെ നമ്മളിപ്പോൾ കണ്ടിട്ടില്ലേ ഹെലിക്യാമറ, എന്തായാലും ഒരു ഡ്രോൺ ഉപയോഗിച്ച് ഫോട്ടോ എടുത്ത് കണ്ടില്ലേ, അതേപോലെ ഹെലികോപ്റ്ററിൽ നിന്ന് അന്ന് ഫോട്ടോ എടുത്ത ഒരു ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ സീ രാജ്പാഥ് കാണാൻ പറ്റുന്നുണ്ട്. പേജ് നമ്പർ 113. The road which join India Gate to Rajpath, രാഷ്ട്രപതി ഭവൻ. ഇന്ത്യ ഗേറ്റ് എവിടെയാണ് ജോയിൻ ചെയ്യുന്നത്? രാഷ്ട്രപതി ഭവനിലാണ്. മാർക്ക് വേർ രാഷ്ട്രപതി അതിഥി എവിടെയാണ്? അതിഥി is a girl and this is the now you are familiar with the route mapping. Why? How? By corona pandemic. If anybody affected by corona, then there the prepare a route map where the patients will എവിടെയൊക്കെ പോയി എങ്ങോട്ടൊക്കെ പോയി ഇന്ന ദിവസങ്ങളിലൂടെ അതാണ് റൂട്ട് മാപ്പ്. ദാറ്റ് ഈസ് ദ യുവർ 8th ലെസൺ. അതാണ് നമ്മളുടെ 8ാമത്തെ ലെസൺ. ഒരു മാപ്പ് നോക്കിയിട്ട് നമുക്ക് സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം ഈ ഇന്ത്യ ഗേറ്റും അതിന് ചുറ്റുപാടുമുള്ള റോഡുകളും സ്ഥലങ്ങളും ഒക്കെ ഒരു മുകളിൽ നിന്ന് ടോപ്പിൽ നിന്ന് എടുത്ത ഫോട്ടോസ് ഇവിടെ ഉണ്ട്. അതിൻ്റെ ഒരു മാപ്പും തയ്യാറാക്കിയിട്ടുണ്ട്. ആ മാപ്പ് ജസ്റ്റ് ഐ ഡ്രോ ഹിയർ. ഫസ്റ്റ് രാഷ്ട്രപതി ഭവനിലാണ് ഈ റോഡ് അവസാനിക്കുന്നത്. രാഷ്ട്രപതി ഭവൻ രാഷ്ട്രപതി ഭവൻ കേട്ടിട്ടുണ്ടല്ലോ. ഓക്കെ, വിജയ് ചൗക്ക്. എന്നിട്ട് ആ റോഡ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് രണ്ട് സൈഡിലോട്ടും ഒരു റോഡ്. ഓക്കെ, ഇങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട്. ഈ ചൗക്ക് മീൻസ് ജംഗ്ഷൻ ആണ് നമ്മൾ ചൗക്ക് എന്ന് പറയുന്നത്. സോ ദാറ്റ് ചൗക്ക് ഈസ് നോൺ ആസ് വിജയ് ചൗക്ക്. ഈ സ്റ്റാർ കൊടുത്തേക്കുന്നത് വിജയ് ചൗക്ക്. Okay, again goes to right, left. Rafi Marg means Rafi route. Next left Rafi Marg. Idu adana Rafi Marg rendu side lottu rendu road. Next വീണ്ടും രാജ്പാഥ് കണ്ടിന്യൂ ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നതാണ് രാജ്പാഥ്. ഇതാണ് രാജ്പാഥ്. വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത റോഡ്. which road will that? Janpath. Next Janpath. Right and left. Right ലോട്ട് ഉണ്ട് ലെഫ്റ്റ് ലോട്ട് ഉണ്ട് Janpath. വീണ്ടും നെക്സ്റ്റ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ രാജ്പാഥ് കണ്ടിന്യൂ ചെയ്യാണ്. രാജ്പാഥ് കണ്ടിന്യൂ ചെയ്തു.
see a picture. Okay, ആ മാപ്പ് നോക്കി നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ എവിടെയാണ് എന്താണെന്ന്. അപ്പോൾ ഫസ്റ്റ് കസ്തൂർബാ ഗാന്ധി റോഡ്. ദിസ് ഈസ് കസ്തൂർബാ ഗാന്ധി റോഡ്. കസ്തൂർബാ ഗാന്ധി റോഡ്. കസ്തൂർബാ ഗാന്ധി റോഡ്. Okay, കസ്തൂർബാ ഗാന്ധി റോഡ്. തിലക് മാർഗ്. ദിസ് ഈസ് തിലക് മാർഗ്. തിലക് മാർഗ്. ഇതെല്ലാം റോഡുകളുടെ പേരുകളാണ്. നമ്മൾ NH പറയത്തില്ല, നാഷണൽ ഹൈവേ റോഡിന്റെ പേര് പറയുന്നത് തന്നെ കസ്തൂർബാ ഗാന്ധി റോഡ്, തിലക് മാർഗ്, അതേപോലെ തന്നെ മാൻസി റോഡ്, ഇതെല്ലാം ഇതിൽ നിന്നിട്ടുണ്ട്. Next, there are some questions related to that map. Have you seen a map of city? Look at the map 1. Here, this map is known as named as map 1. Match it with the photo and find out where India Gate is sit. India Gate is right on the map. Now, India Gate എവിടെ വരും? India Gate is here. India Gate നിന്നാണ് ഈ പരേഡ്, ഈ രാജ്പഥ്, ഈ പോകുന്ന പദമാണ്, ഈ റോഡാണ് രാജ്പഥ്. ഈ ഷെയ്ഡ് റോഡാണ് രാജ്പഥ്. ഇത് എന്ത് ചെയ്യുന്നത്? രാഷ്ട്രപതി ഭവനിലാണ്. ഈ from the India Gate go straight and there are two roads on left and right. That road is Mansingh Road and goes again next to straight. There is again two roads from center to left right, that is Janpath Road, and again move forward there is another diversion, Rafi Marg. There are two roads on right and left both. Again we reached at the Vijay Chowk. This chowk is known as Vijay Chowk. From the Vijay Chowk again continue to Rashtrapati Bhavan, go straight. Okay, അങ്ങനെയാണ് നമ്മൾ അറിയുന്നത്. Some roads are shown in this part of the map. Look for them in the photo. ഫോട്ടോയ്ക്കകത്ത് കാണുന്നുണ്ടോ? Can you see? ഇത് ഇന്ത്യ ഗേറ്റ് ഈ കാണുന്നത്. ഇന്ത്യ ഗേറ്റിന്റെ ഈ ഭാഗത്താണ് സ്റ്റേഡിയം, നാഷണൽ സ്റ്റേഡിയം. ദിസ് വാസ് ദ ഇന്ത്യ ഗേറ്റ്. ഇന്ത്യ ഗേറ്റിൽ നിന്ന് ഫസ്റ്റ് ഇങ്ങോട്ടും അങ്ങോട്ടും കിടക്കുന്ന റോഡ് മാൻസിംഗ് റോഡ്. മാൻസിംഗ് റോഡ്. മാൻസിംഗ് റോഡിൽ നിന്ന് വീണ്ടും സ്ട്രേറ്റ് പോകുന്ന രാജ്പഥ് ഇങ്ങനെ പോകുന്ന വഴിക്ക് again രണ്ട് ഡൈവേർഷൻ. This one is Janpath Road. Again go to straight. This is Rafi Marg. Again goes to reach a point. This point is Vijay Chowk. From Vijay Chowk we reached at Rashtrapati Bhavan. This is the Rashtrapati Bhavan. Okay, നിങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്ത് നോക്കാം. Name roads that you will cross on your way from Rashtrapati Bhavan into India Gate. Rashtrapati Bhavanil നിന്ന് India Gate വരെ ഈ രാഷ്ട്രപതിനെ ക്രോസ് ചെയ്യുന്ന റോഡുകൾ ഏതൊക്കെയാണ്? റാഫി മാർഗ് ഇതിന്റെ പറഞ്ഞിട്ടില്ല, ഈ റോഡിന്റെ പേര് പറഞ്ഞിട്ടില്ല, പക്ഷേ അത് വിജയ് ചൗക്ക് ആണ്. വിജയ് ചൗക്ക് ആണ് ഇത്. അതായത് ക്രോസ് ചെയ്യുന്ന ഇവിടെ ഒരു റോഡ് ഉണ്ട്, വിജയ് ചൗക്ക് ക്രോസ് ചെയ്യുന്ന റോഡ്. നെക്സ്റ്റ് ഈസ് റാഫി മാർഗ്. അനദർ വൺ ഈസ് ജൻപത്. നെക്സ്റ്റ് ഈസ് മാൻസിംഗ് റോഡ്. Okay, these are the four roads crossing on Rajpath from the India Gate to Rashtrapati Bhavan. Okay, then look for the National Stadium in map 1. Can you see it in the photo? Photo is National Stadium കാണുന്നുണ്ട്. Yes, I show you. This was the National Stadium back of India Gate. This was the National Stadium. In here, this was the National Stadium. Okay, that are the questions from related to that map. Okay, next is central hexagon. Exposure that is central hexagon. താഴെ കൊടുത്തിരിക്കുന്നതിനെ എക്സ്പോഷർ ചെയ്ത് വരച്ചിട്ടുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് വരച്ച് നോക്കാം. Okay, hexagon shape ആണ് ആ റോഡ്. അതായത് ആ ഇന്ത്യ ഗേറ്റിന് ചുറ്റും ഒരു ഹെക്സഗൺ. ഹെക്സഗൺ how many sides? 6 side shapes. That are the center of that hexagon. Okay, this was the India Gate. Here is the India Gate, and this is the center point of that hexagon.
the back there is a road. It came to the National Stadium. This is the National Stadium. Okay, this is the National Stadium. അപ്പോൾ മാപ്പ് നോക്കി നിങ്ങൾക്ക് ഇതേപോലെ കണ്ടുപിടിക്കാൻ അറിയണം. Type of the center of that hexagon map. നമ്മൾ ആ zoom ചെയ്യുകയാണ്, exposure ചെയ്ത് കാണിച്ചപ്പോൾ, അതായത് ആ hexagon പോയിന്റിനെ നമ്മൾ zoom ചെയ്ത് പോയിരിക്കുകയാണ്. അപ്പോൾ അതിന് ഇതാണ് സെന്റർ പോയിന്റ് hexagon ഇതിന്റെ അതിനകത്ത് ഫ്രണ്ടിലായിട്ട് ഇന്ത്യ ഗേറ്റ് and from these here there is a road passing through the center of this, that is Kasturba Gandhi Marg. Kasturba Gandhi Marg. Here is also goes to Kasturba Gandhi Marg. Sorry, this is Zakir Hussain Marg. Zakir Hussain Marg. This is Kasturba Gandhi Marg. Kasturba Gandhi Marg. Okay. From this side there is a road passing through the center. The center കൂടാണ് പോകുന്നത്. Passing through the center there is another mark, that is Shah Jahan Road. This is Shah Jahan Road. From the left side is Shah Jahan Road. From right Tilak Marg. Tilak Marg. Tilak Marg. Next this road is Purana Khila Road. Purana Khila. Purana Khila Road. Purana Khila Road. And this is the Sher Shah Road. Sher Shah Road. Zakir Hussain Road. Pandara Road. This was the Pandara Road. Pandara Road. Pandara Road. This is the Copernicus Road. This road is known as Copernicus Road. Kasturba Gandhi Road. Kasturba Gandhi Road ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഇത് അവിടുന്ന് വീണ്ടും ടേൺ ചെയ്ത് പല വഴി പോകുന്നുണ്ട്. കാണുന്നുണ്ടോ? ഇങ്ങനെ വരുന്നുണ്ട്. അത് ഇവിടുന്ന് ചെന്ന് ചേരുന്ന ഈ റോഡിലാണ് വീണ്ടും അതും നമ്മൾ ചേരുന്നത്. പിന്നെ ഇന്ത്യ ഗേറ്റിൽ സ്ട്രെയിറ്റ് പോകുന്നത് രാജ്പഥാണ്. ഈ രാജ്പഥ് ഡീവിയേറ്റ് ചെയ്ത് രണ്ട് റോഡായിട്ട് പോകുന്നു. ഇവിടെ ഒരു ചൗക്ക് മീൻസ് ഒരു ജംഗ്ഷൻ, ഇവിടെ ഒരു ജംഗ്ഷൻ. ഈ ജംഗ്ഷനിൽ ഈ രണ്ട് റോഡൂടെ വന്ന് ഇവിടെ ചേരും. ഈ റോഡിന്റെ പേര് മാൻസിംഗ് Road. Mansingh Road. And this road is continuing to Mansingh Road. And again from here Ashoka Road. Many roads are there. Ashoka Road. Okay. Again Rajpath continues. Rajpath again continues. Okay. Again all these roads meet at Janpath Road. Which road? Janpath Road. This is the Ashoka Road also meet at this road. This main road is Janpath Road. Janpath Road. Okay. Okay, then look. This is Rajpath. Look, there are many roads from the center hexagon. ഈ ഒരു hexagon shapeലാണ് ഇന്ത്യ ഗേറ്റ് ലൊക്കേറ്റ് ചെയ്യുന്നതിന് ചുറ്റുപാടുമുള്ള സ്ഥലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ it's a hexagon shape. From this hexagon, this is the center point of that hexagon. This is the India gate. This is the India gate. From the India gate, go straight through forward. It's a
that is Mansinchron angle. This one is the biggest angle. Next, third question is that which of these above pair of roads cut at the right angles? Right angle cut ചെയ്യുന്ന റോഡുകൾ ഏതൊക്കെയാണ്? One is this one, Rajpath and Janpath road. Rajpath and Janpath road ഇവിടെ 90 ഡിഗ്രിയിൽ കട്ട് ചെയ്യുന്നത്. Okay, വേറെ റോഡ്സ് ഉണ്ടോ 90 ഡിഗ്രിയിൽ കട്ട് ചെയ്യുന്നത്? നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് നോക്കിക്കേ. 90 ഡിഗ്രി ആംഗിളിൽ കട്ട് ചെയ്യുന്ന റോഡ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് നോക്കുക. അത് right angles. Okay, next we are going to page number 115, waiting for the parade. Now they are waiting for the parade. Parade in വേണ്ടി അതിഥി ആശി വെയിറ്റ് ചെയ്യാണ്. നമുക്ക് നോക്കാം. Next, what is the question? Next, waiting for the parade. While waiting for the parade, Kancha and some of his friends wonder where this parade ends. Kancha is carrying a newspaper in which the route of the parade is written. Okay, അപ്പോൾ കാഞ്ചയും some his friend വെയിറ്റ് ചെയ്യാണ് ഈ പരേഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി. നിങ്ങൾ ടിവിയിൽ കണ്ടിട്ടുണ്ടല്ലോ റിപ്പബ്ലിക് ഡേ പരേഡ്സ്. ഓക്കെ, കാഞ്ച ഈസ് ക്യാരിങ് എ ന്യൂസ് പേപ്പർ. ഒരു ന്യൂസ് പേപ്പർ കയ്യിലുണ്ട്. അതിനകത്ത് എന്താണ് റൂട്ട് കൊടുത്തിരിക്കുകയാണ്. ഈ ഇത് നടക്കുന്നതിൻ്റെ റൂട്ട് കൊടുക്കുക. റൂട്ട് പരേഡ് കൊടുത്തിരിക്കുകയാണ്. വിജയ് ചൗക്ക് ടു രാജ്പഥ്. വിജയ് ചൗക്കിൽ നിന്ന് രാജ്പഥിലോട്ട് പോകുന്ന വിജയ് ചൗക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. വിജയ് ചൗക്ക് ഈസ് ദിസ് വൺ. ഇത് ഈ റൂട്ട് എനിക്ക് മാപ്പ് വരയ്ക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ നോക്കുക. വിജയ് ചൗക്കിൽ നിന്ന് രാജ്പഥ് വഴി ഇന്ത്യ ഗേറ്റിൽ എത്തുന്നു. വിജയ് ചൗക്കിൽ നിന്ന് രാഷ്ട്രപതി ഭവന്റെ ഫ്രണ്ടിലെ കുറച്ചാണ് വിജയ് ചൗക്ക്. ഈ വിജയ് ചൗക്കിൽ നിന്ന് രാജ്പഥ് വഴി ഇന്ത്യ ഗേറ്റിൽ എത്തുന്നു. അവിടെ നിന്ന് തിലക് മാർഗ് വഴി BS സഫാർ മാർഗിൽ എത്തുന്നു. BS സഫാർ മാർഗ് മീൻസ് ബഹദൂർ സഫർ മാർഗ്. ഹിയർ ഇന്ത്യ ഗേറ്റിൽ നിന്ന് തിലക് മാർഗ് വഴി ഇവിടെ എത്തുന്നു. അവിടെ നിന്ന് റെഡ് ഫോർട്ടിൽ എൻഡ് ചെയ്യുന്നു. റെഡ് ഫോർട്ട് എവിടെയാണ്? ഇവിടെ റെഡ് ഫോർട്ട്, ചുവന്ന കോട്ട. ഇവിടെ നിന്ന് ഇങ്ങനെ എൻഡ് ചെയ്ത് ഇവിടെ വരെ എത്തും. അപ്പോൾ എവിടെ നിന്ന് തുടങ്ങുന്നു? ഫ്രം രാഷ്ട്രപതി in front of Rashtrapati Bhavan there is a chowk, Vijay Chowk. From the Vijay Chowk moves to the India Gate. From India Gate to turn to Tilak Marg and passing through Bahadur Shah Safar Marg and Subhash Marg and went to the Red Fort. Okay, അങ്ങനെയാണ് പോകുന്നത്. നെക്സ്റ്റ് സം റൂട്ടിൽ മാർക്ക് ചെയ്യാനായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. മാർക്ക് ദ റൂട്ട്. Trace the route of the parade in map 3. അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നത്. ട്രേസ് ചെയ്യുക, റൂട്ട് മാപ്പ് ട്രേസ് ചെയ്യുക. അത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇന്ത്യ ഗേറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇന്ത്യ വെച്ച് നോക്കുക. ഇന്ത്യ ഗേറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. രാഷ്ട്രപതി ഭവനിൽ നിന്ന് രാഷ്ട്രപതി ഭവൻ നിങ്ങൾ ആ റൂട്ടിനകത്ത് ചെറുതായിട്ട് പെൻസിൽ വെച്ച് ഷെയ്ഡ് കൊടുക്കുക. ആ റൂട്ട് എങ്ങോട്ടാണ് ഇത് പോകുന്നത്. ഇവിടെ വന്ന് ഇന്ത്യ ഗേറ്റ്
നോക്കുക ഏത് റോഡാണ് വലുത്. നെക്സ്റ്റ് if Rubia is coming from Jama Masjid to join the parade, just about how far she will have to walk. അപ്പം മേളിൽ കുറച്ച് കൊടുത്തിട്ടുണ്ട് എത്ര ഡിസ്റ്റൻസ് ആണ് നമുക്കൊന്ന് വായിച്ച് നോക്കാം. ആ കുട്ടികൾ ഡിസ്കസ് ചെയ്യുന്നതാണ് മാപ്പ് നോക്കി. Hey, see, that is the India Gate and this is the Rashtrapati Hall. Mother told me it is 2 kilometers from Vijay Chowk to India. Vijay Chowkil നിന്ന് ഇന്ത്യയിലെത്താൻ India Gate എത്താൻ 2 kilometers and the long road between these is Rajpath. On this map it is about 4 centimeters. 4 centimeters on the map is given as 2 kilometers. അപ്പോൾ ഈ മാപ്പ് നീ കാണുന്നത് ഞാൻ ഇത്ര വരച്ച് ഇത്രയുള്ള അവിടുത്തെ റോഡ് അല്ല. അപ്പോൾ ഈ ഞാൻ ഈ 2 കിലോമീറ്ററിൽ ഞാൻ എത്ര സെന്റിമീറ്റർ എടുക്കുമെന്ന് അറിയാമോ? 4 സെന്റിമീറ്റർ. 4 സെന്റിമീറ്റർ എടുക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ വരെയുള്ള റോഡിന്റെ ലെങ്ത് ഇവിടെ ഏതാണ്ട് സക്കീർ ഹുസൈൻ റോഡോ തിലക് ബഹദൂർ ഷാ സഫർ. ഇത് തിലക് മാർഗ് ബഹദൂർ ഷാ സഫർ മാർഗ്. ഇത് നെക്സ്റ്റ് ഈസ് സുഭാഷ് മാർഗ്. ഇവിടെ വരെയുണ്ട് സുഭാഷ് മാർഗ്. അപ്പം ഇവിടെ വരെയുള്ളത് ഇത് വേണ്ടിയിട്ടുള്ളത് നിങ്ങൾ സ്കെയിൽ വെച്ച് അളന്ന് നോക്കുക. എത്ര കൂടുതൽ സെന്റിമീറ്റർ ഏറ്റവും കൂടുതലുള്ള ഏതാണെന്ന് വെച്ചാൽ അതിനെ ആണ് നമ്മൾ അത് രണ്ടോട് ഗുണിച്ചു കഴിഞ്ഞാൽ അത്രയാണ് നമ്മുടെ ആ നീളം കിട്ടുന്നത് കേട്ടോ. അപ്പം ബുക്കിനകത്തൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ അത്രയും 1 കിലോമീറ്റർ അല്ലെ 2 കിലോമീറ്റർ വരയ്ക്കാൻ നോക്കുക. നമ്മളതിൻ്റെ ഷോർട്ട് ആക്കി കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. ഓക്കെ. On this map it is about 4 centimeters. So 4 centimeter on map is same as 2 kilometer to on the ground. Groundil 2 kilometer ന് വേണ്ടി നമ്മൾ 4 centimeter ആണ് മാപ്പിൽ വരയ്ക്കുന്നത്. Let's guess how many kilometers long Rajpath. അങ്ങനെയാണ് രാജ്പഥിന് എത്ര നീളമുണ്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. രാജ്പഥ് ഏതൊക്കെയാണ്? എവിടുന്ന് ഇവിടെ വരെയുള്ളതാണ്? ഈ രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഇവിടെ ഇന്ത്യ ഗേറ്റിന്റെ ഈ സെന്റർ പോയിന്റ് ഈ ചൗക്ക് വരെയുള്ള ദൂരമാണ് രാജ്പഥിന്റെ നീളം. അത് നിങ്ങൾ സ്കെയിൽ വെച്ച് അളന്ന് നോക്കുക. അപ്പൊ അതിനകത്ത് 2 കിലോമീറ്റർ 2 കിലോമീറ്റർ മീൻസ് 4 സെന്റിമീറ്റർ. 4 സെന്റിമീറ്റർ 2 കിലോമീറ്റർ ആണെങ്കിൽ 8 സെന്റിമീറ്റർ ഈസ് ഈക്വൽ ടു 4 കിലോമീറ്റർ. അപ്പം 2 സെന്റിമീറ്റർ മീൻസ് 1 കിലോമീറ്റർ. അങ്ങനെ 9 ആണെങ്കിലോ ഇതിന്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യണം. 4 + 1 5 കിലോമീറ്റർ. അപ്പോൾ നിങ്ങൾ ആ സ്കെയിൽ ഉപയോഗിച്ച് ഇതിന്റെ നീളം ഒന്ന് മെഷർ ചെയ്ത് നോക്കുക. അതായത് രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഈ സെന്റർ പോയിന്റ് വരെയുള്ള ഈ ദൂരം ഇപ്പൊ 8 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതിന്റെ ലെങ്ത് മീൻസ് 4 കിലോമീറ്റർ ആയിരിക്കും. 4 കിലോമീറ്റർ നീളമായിരിക്കും. ദാറ്റ് ഈസ് 4 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 കിലോമീറ്റർ ആണെങ്കിൽ 2 സൈഡിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ ആയിരിക്കും. അപ്പോൾ 1 സെന്റിമീറ്റർ മീൻസ് 0.5 ഹാഫ് 1.5 കിലോമീറ്റർ. അങ്ങനെ അളന്ന് നോക്കുമല്ലോ. ഓക്കെ. നോട്ട്സിനകത്ത് ഞാൻ തരാം, അല്ലാതെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കുക. The total route of the parade is about how long? Total route. അപ്പോൾ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്? രാഷ്ട്രപതി ഭവന്റെ ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇവിടെ വരെയുള്ള ലെങ്ത് അളക്കുക. നെക്സ്റ്റ് ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ലെങ്ത്, ഇവിടെ വരെയുള്ള ലെങ്ത്, പിന്നെ സുഭാഷ് നഗർ ഇവിടെ വരെയുള്ള, പിന്നെ ഇങ്ങനെ ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോൾ എത്ര ലെങ്ത് ആണ് കിട്ടുന്നത് നിങ്ങൾ അളന്ന് നോക്കുക. ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 3 കിലോമീറ്റർ, 16 കിലോമീറ്റർ, 25 കിലോമീറ്റർ, 18 കിലോമീറ്റർ. എത്ര ലെങ്ത് ആണെന്ന് നിങ്ങൾ ആ മാപ്പ് നോക്കിയ ശേഷം 2 സെന്റിമീറ്റർ 1 കിലോമീറ്റർ ആയിട്ടാണ് തന്നിരിക്കുന്നത്. 2 സെന്റിമീറ്റർ 1 കിലോമീറ്റർ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ മാപ്പിന്റെ ഇതിനകത്ത് സെന്റിമീറ്റർ നീളം എന്ന് പറഞ്ഞാലും 1 കിലോമീറ്റർ തന്നേക്കുന്നുണ്ടോ? ഇത് വെച്ചിട്ട് നിങ്ങൾ മാപ്പ് മാർക്ക് ചെയ്യുക. രാജ്പഥ് എന്ന് പറയുമ്പോൾ ഇവിടെ തൊട്ട് ഇവിടെ വരെയാണ്. Then next page number 117, trip to Red Fort. Red Fortiലോട്ടുള്ള ഒരു ട്രിപ്പ്. റെഡ് ഫോർട്ട് എന്താണ്? റെഡ് ഫോർട്ടിലാണിത് അവസാനിക്കുന്നത് അല്ലേ? റെഡ് ഫോർട്ടിലല്ല അവസാനിക്കുന്നത്, ഇന്ത്യ ഗേറ്റ് വഴിയാണ് പോകുന്നത്. അവസാനിക്കുന്നത് റെഡ് ഫോർട്ടിലാണ്. റെഡ് ഫോർട്ടിലോട്ട് അവസാനിക്കണമെങ്കിൽ എത്ര ദൂരം എടുക്കുന്നു നിങ്ങൾ കണക്ക് കൂട്ടി നോക്കുക. അപ്പോൾ നെക്സ്റ്റ് ഈസ് when we reached Red Fort, there was a long queue of tickets. The main entrance is called the Lahori Gate. Lahori Gate. Main gate of Red Fort is known as Lahori Gate. Don't forget that it is
want to take tickets for that. After entering it, we turned left in a long corridor with little shops on both sides. നമ്മൾ ലാൽ കില അല്ലെങ്കിൽ റെഡ് ഫോർട്ടിലോട്ട് കയറി കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു കോറിഡോർ ഉണ്ട്, ചെറിയൊരു ഇടവഴിയുണ്ട്. അതുവഴി പോയി കഴിഞ്ഞാൽ ഒരുപാട് ഷോപ്സുകൾ കാണും. ദിസ് ഈസ് കാൾഡ് മീന ബസാർ. വാട്ട് മീന ബസാർ? മീന ബസാർ മീൻസ് ഹിന്ദി ബസാർ മീൻസ് നമ്മൾ ചന്തയെന്ന് പറയത്തില്ലേ, ദാറ്റ് ഈസ് ബസാർ. അപ്പം from the entrance point of Red Fort there is a corridor on left side. നമ്മൾ ഇങ്ങോട്ട് കേറുന്ന ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു കോറിഡോർ ഉണ്ട്. അത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എവിടെയാണ് കുറേ ഷോപ്സുകൾ ഉണ്ട്. ദാറ്റ് ഷോപ്സ് ആർ known as Meena Bazaar and the center gate is known as Lahori Gate. I bought some lovely bangles from there for my sister. അവിടുന്ന് ഇഷ്ടംപോലെ ഷോപ്പുകളൊക്കെ ഉണ്ട്, പർച്ചേസിങ്ങിനൊക്കെ നല്ലതാണ്. അവിടുന്ന് കുറേ വളകളൊക്കെ മേടിച്ചെന്നാണ് പറയുന്നത്. അതിന്റെ ലാഹോറി ഗേറ്റ് കാണുന്നുണ്ട്. ഇതാണ് റെഡ് ഫോർട്ട്. റെഡ് ഫോർട്ടിന്റെ ലാഹോറി ഗേറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് സെന്റർ ഗേറ്റ്, ഇത് മീന ബസാർ. ഓക്കെ, അപ്പൊ റെഡ് ഫോർട്ടിന്റെ ഒരു മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കാം നമുക്ക്. Red Fort. This is the Red Fort. ലാൽ കില, ചെങ്കോട്ട. മലയാളത്തിൽ ചെങ്കോട്ട, നമ്മളെ തമിഴ്നാട് ചെങ്കോട്ട അല്ല ഇത് കേട്ടോ. റെഡ് ഫോർട്ട്. ഈ റെഡ് ഫോർട്ടിൽ നിന്ന് നമ്മൾ റെഡ് ഫോർട്ടിൽ കയറി കഴിയുമ്പോൾ ഇതാണ് ഇതിന്റെ ഗേറ്റ്, ലാഹോറി ഗേറ്റ്. മെയിൻ ഗേറ്റ് ഇതാണ്, ഗേറ്റ് ലാഹോറി ഗേറ്റ്. ലാഹോറി ഗേറ്റ് പിക്ചറിൽ കാണുന്നുണ്ട്. നിങ്ങൾ പിക്ചർ കൂടെ നോക്കുക. ലാഹോറി ഗേറ്റ്. ആ ഗേറ്റ് നമ്മൾ കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ്, ഇവിടെ തന്നെ നമ്മൾ കയറണം. ഇത് നമ്മുടെ റൈറ്റ് സൈഡ്. ഇവിടെ നമ്മൾ കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു റോഡ് ഉണ്ട്. ആ റോഡ് പോകുന്നത് ഏത് ബസാറാണ്? ദിസ് ബസാർ മീന ബസാർ. മീന ബസാർ. ഓക്കെ, ഈ മീന ബസാർ ടു നഖർഖന. ഒരു ചെറിയ വേറൊരു പോർട്ടുണ്ട്, നഖർഖന. അവിടുന്ന് റൈറ്റ് സൈഡിലോട്ട് വേറെ റോഡുണ്ട്. വീണ്ടും go to ദിവാനി വേറൊരു ഫോർട്ട് ഉണ്ട്, വേറെ ദിവാൻ ഇ സുൽത്താൻ ഖത്തറിന്റെയാണ് ഇത്. നഖർഖന. ഇതെല്ലാം ചെറിയ ചെറിയ ഫോർട്ടുകളാണ് കേട്ടോ. റെഡ് ഫോർട്ടിന് അകത്ത് കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് മീന ബസാറിലൂടെ സ്ട്രേറ്റ് പോയി കഴിഞ്ഞാൽ നഖർഖന എത്തും. വീണ്ടും സ്ട്രേറ്റ് പോയി കഴിഞ്ഞാൽ വേറൊരു ഫോർട്ടുണ്ട്, ദിവാനി. അത് കഴിഞ്ഞ് ചെല്ലുമ്പോൾ കുറച്ച് സെന്റർ പൊസിഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു സെന്റർ പൊസിഷൻ. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ പിന്നെ മോട്ടി മഹൽ. ഇവിടെ ഒരു മോട്ടി മഹൽ, ഒരു കെട്ടിടമുണ്ട്, മോട്ടി മഹൽ എന്ന് പറയുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. മോട്ടി മഹലുണ്ട്. അതിനിപ്പുറത്ത് റംഗ് മഹലുണ്ട്, ആരാം ഗഹ ഉണ്ട്, ഹമാം, മോട്ടി മസ്ജിദ്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ റെഡ് ഫോർട്ടിനകത്തുണ്ട്. ഇത്രയും കാര്യങ്ങൾ റെഡ് ഫോർട്ടിന്റെ ഈ ഗേറ്റ് കഴിഞ്ഞ് ഉള്ളിൽ കാണുന്ന സ്ഥലങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, ഇത് 1 സെന്റിമീറ്റർ = 100 മീറ്റർ. ഇതിനകത്ത് സ്കെയിൽ എന്ന് പറഞ്ഞത് 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 100 മീറ്റർ ആണ്. 100 മീറ്റർ വെച്ചിട്ടാണ് 1 സെന്റിമീറ്റർ അളന്നെടുത്തിരിക്കുന്നത്. Then there is some related to that map. That is from page number 118. നഖർഖന. എന്താണ് നഖർഖന? നമ്മൾ പറഞ്ഞില്ലേ നഖർഖന means where drums were beaten to shout of the king's message. രാജാവിന്റെ മെസ്സേജുകൾ വിളംബരം പുറപ്പെടുവിക്കുമ്പോൾ വലിയൊരു ഡ്രം വെച്ച് ഇങ്ങനെ അടിച്ചില്ലേ പറയുന്നത്. അതാണ് ഈ നഖർഖന എന്ന് പറയുന്നത്. റെഡ് ഫോർട്ട് നഖർഖന എന്ന് പറഞ്ഞാൽ ആ വിളംബരം ചെയ്യുന്ന സ്ഥലത്തിനെയാണ് നഖർഖന എന്ന് പറയുന്നത്. You can go straight through Nakhar-Khana and reach Diwani Am. Nakhar-Khana നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ Diwani Am എത്തും. This is where the king used to meet the common people. ഇവിടെയാണ് രാജാവ് തന്റെ ആളുകളെ, നമ്മുടെ
ഇവിടെ നിന്ന് നഖക്കര ഇവിടെയാണ് അദ്ദേഹം വിളംബരം ചെയ്തിരുന്നത്. രാജാവ് അവിടുന്ന് ദിവാനി ആം വന്നു. ദിവാനി ആം എന്ന് പറയുമ്പോൾ കോമൺ പീപ്പിളിനെ കാണുന്ന പ്ലേസ് ആണ് ദിവാനി ആം. അവിടുന്ന് സ്ട്രേറ്റ് പോയി കഴിഞ്ഞാൽ രംഗ് മഹലുണ്ട്. രംഗ് മഹലിന്റെ ലെഫ്റ്റിലോട്ട് ചേർന്ന് വേറെ 3 കെട്ടിടങ്ങൾ കൂടിയുണ്ട്. ആരാം ഗഹ്, ഹമാം ആൻഡ് വൺ മോർ ഈസ് മോട്ടി മസ്ജിദ്. ഇതാണ് ലെഫ്റ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ 3 ബിൽഡിങ്സുകൾ കൂടി ഉണ്ട്. അത് നിങ്ങൾ മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ നോക്കണം കേട്ടോ. നെക്സ്റ്റ് ഈസ് വി വാക്ക്ഡ് ലെഫ്റ്റ് ഫ്രം രംഗ് മഹൽ. രംഗ് മഹലിൽ നിന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ രംഗ് മഹൽ ഇതാണ്. ഇതിന് ലെഫ്റ്റിലോട്ട് ഇതാണ് രംഗ് മഹൽ. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ദിവാനി ഖാസ് വാസ് where the king used to meet his ministers and other important khas peoples. ദിവാനി ഖാസ് ഇവിടെയാണ്. ദിവാനി ഖാസ് ഇതാണ്. ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് ഈ ഒരു ഭാഗം ടെക്സ്റ്റ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ദിവാനി ഖാസ് എന്ന് പറഞ്ഞ ഇത് മസ്ജിദാണ്, ഒരു പള്ളിയാണ്. രംഗ് മഹലിലെ ലെഫ്റ്റ് ഈ കെട്ടിടത്തിൽ നിന്ന് ആറാം ഗഹാണ്. അതിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് ദിവാനി ഖാസ്. ദിവാനി ഖാസ് മീൻസ് രാജാവ് തന്റെ മിനിസ്റ്റേഴ്സിനെ അതേപോലെയുള്ള നാട്ടുപ്രമാണികളെയൊക്കെ മീറ്റ് ചെയ്ത് നമ്മളിപ്പോൾ പറയുന്ന മന്ത്രിസഭ കൂടുന്ന അതേ സ്ഥലം, അതാണ് ദിവാനി ഖാസ്. ദിവാൻമാരുടെ ഒരു ഒത്തുചേരുന്ന സ്ഥലം. അതുകൊണ്ട് ഓരോന്നിനും പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് ഓരോ സ്ഥലം. നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്യൂച്ചറിൽ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കുക. ഡൽഹിയിലൊക്കെ പോവുക, രാഷ്ട്രപതി കാണുക, റെഡ് ഫോർട്ടിൽ പോവുക, മീൻസ് ലാൽ കില, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, എല്ലായിടത്തും പോവുക കേട്ടോ. ഇനി ഇതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് കണ്ടുപിടിക്കാൻ. വിച്ച് ഓഫ് ദീസ് ഈസ് നിയറർ ടു റിവർ യമുന? യമുന നദിയുടെ അടുത്തുള്ളത് ദിവാനി ആം ഓർ ദ ദിവാനി ഖാസ്. യമുന നദിയുടെ അടുത്തൂടെ പോകുന്നത് ഏതാണ്? യമുന നദി ഏതാണ്? ഈ ബ്ലൂ കളറിൽ കാണുന്ന പോർഷനിലെ ദിസ് വാസ് ദ യമുന നഗർ. യമുന നദിയുടെ അടുത്ത് കാണുന്നത് ഏതാണ്? ഏത് കെട്ടിടമാണ്? ഏതാ തന്നേക്കുന്ന 2 എണ്ണം? ദിവാനി ഖാസ് ആണോ ദിവാനി ആം ആണോ? ദിവാനി ആം ഇവിടെയാണ്, ദിവാനി ഖാസ് ഇവിടെയാണ്. അപ്പൊ ഇച്ചിരി കൂടുതൽ അടുത്ത് വരുന്ന ഏതാ? ഇതല്ലേ ദിവാനി ഖാസ്. ഇവിടെയാണ് റിവർ യമുന നഗർ. ഇവിടെയാണ് ദിവാനി ഖാസ്. ഈ ദിവാനി ആം ഇവിടെ. അപ്പൊ ഇവിടുന്ന് ഇത്രയുള്ള ദൂരമാണോ ഇവിടുന്ന് വരുന്ന ദൂരമാണോ കൂടുതൽ? ഇതാണ് കുറവ്. ദിവാനി ഖാസ് ആണ് കുറവ്. സോ ദിവാനി ഖാസ് ഈസ് സ്മോളസ്റ്റ് റോഡ് ആൻഡ് ദിവാനി ആം ആണ്. ദിവാനി ഖാസ് ആണ് നിയറസ്റ്റ് ആയിട്ടുള്ളത്. ദിവാനി ഖാസ് ആണ് നിയറസ്റ്റ്. ദിവാനി ആം കുറച്ച് ദൂരെയാണ്. ബിറ്റ്വീൻ വിച്ച് 2 ബിൽഡിംഗ് ഈസ് ആരാം ഗഹ്? ആരാം ഗഹ് ഇതിന്റെ എവിടെയാണ്? ഏതൊക്കെ 2 കെട്ടിടങ്ങളുടെ ഇടയിലാണ്? നോക്കിക്കേ. ആരാം ഗഹ് എവിടെ? ഏതിന്റെ ഇടയിൽ? രംഗ് മഹൽ ആൻഡ് ഹമാം. രംഗ് മഹൽ ആൻഡ് ഹമാം. അപ്പോൾ പേജ് നമ്പർ 180 ക്വസ്റ്റ്യൻ നമ്പർ A. ഏതാണ് വിച്ച് ഓഫ് ദീസ് ഈസ് നിയറർ ടു റിവർ യമുന? റിവർ യമുനയ്ക്ക് അടുത്തുള്ളത് ദിവാനി ഖാസ്. ദിവാനി ഖാസ്. ഖാസ്. That was nearer to river Yamuna. And the next one is between which 2 building is Aram Gah? Aram Gah ഏതിന്റെ ഇടയിലായിട്ട് വരും? ഹമാം. ഹമാം means a building. ഹമാം and രംഗ് മഹൽ. ഹമാം and രംഗ് മഹൽ. These are the 2 buildings. In between these 2 buildings, which building do you pass while going from Rang Mahal to the Hamam? രംഗ് മഹലിൽ നിന്ന് ഹമാമിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ഏത് കെട്ടിടമാണ് കാണപ്പെടുന്നത്? രംഗ് മഹൽ ഇതാണ്. രംഗ് മഹലിൽ നിന്ന് ഹമാമിന്റെ ഇടയ്ക്ക് കാണപ്പെടുന്ന കെട്ടിടം ആരാം ഗഹ്. ഇത് വെരി ഈസി ലെസൺ ആണ്. നിങ്ങൾക്ക് മാപ്പ് നോക്കി കണ്ടുപിടിക്കാൻ. ഇതേപോലെ ഒരു മാപ്പ് തരും. ഇതേപോലെ മാപ്പിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരും. ഇതേപോലെ കണ്ടുപിടിക്കണം. വിച്ച് ബിൽഡിംഗ് ഓൺ ദിസ് മാപ്പ് ഈസ് ഫാർദസ്റ്റ് ഫ്രം മീന ബസാർ? മീന ബസാറിൽ നിന്ന് ഏറ്റവും ദൂരെ കിടക്കുന്ന ഫാർദസ്റ്റ് ആയിട്ട് മീന ബസാർ ഇവിടെയാണ്. മീന ബസാർ ഈസ് ഹിയർ. ഇവിടുന്ന് ഏറ്റവും ദൂരെ കിടക്കുന്നത് ഏതാണ്? ഇവിടുന്ന് ഇവിടെ വരണം. ഏതാണ്? ജുമാ മസ്ജിദ് അല്ല, ഹമാം എന്ന് പറയുന്ന കെട്ടിടമാണ് ലാസ്റ്റ് വരുന്നത്. ഹമാമാണ് ഈ മീന ബസാറിൽ നിന്ന് ഇത്രയും ദൂരം പോണ്ടേ അവിടെ വരെ. ഓക്കെ, ഹമാമാണ്
ഫാർദസ്റ്റ് പറയുന്നത് മോട്ടി മസ്ജിദ്. മോട്ടി മസ്ജിദ് ഇവിടെ വരെ വന്നിട്ട് വീട്ടിൽ ഇങ്ങോട്ട് വരണം. അപ്പൊ ഇവിടെ മീനാ ബസാറിൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇവിടെ വരെ വരട്ടെ മോട്ടി മസ്ജിദ്. അപ്പൊ അത്രയും ദൂരമാണ് ദൂരത്തിൽ കിടക്കുന്ന കെട്ടിടം ജുമാ മസ്ജിദ്. മോട്ടി മസ്ജിദ് is the farthest. About how far is Lahori Gate from Diwani Khas? Diwani Khas is in Lahori. About far is Lahori Gate from Diwani Khas. Diwani Khas എവിടെയാണ്? Diwani Khas. Diwani Khas is here. Lahori Gate is here. Diwani Khas നിന്ന് Diwani Khas ഇവിടെ അല്ല, ഇതാണ് Diwani Khas. Yes. ഇതാണ് Diwani Khas. കാണാൻ പറ്റുന്നുണ്ടല്ലോ Diwani Khas ഇതാണ്. ഈ Diwani Khasൽ നിന്ന് ഈ ലാഹോറി ഗേറ്റിലേക്ക് എത്ര ദൂരമുണ്ട്? നിങ്ങളത് സ്കെയിൽ ഉപയോഗിച്ച് അളന്ന് നോക്കുക. ഇത്ര ദൂരം ഇവിടെ ഇവിടെ വരെ എത്രയാണ്? അതിനകത്ത് മെഷർമെന്റ് തന്നിട്ടുണ്ട്. 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര എടുക്കണം? 100 മീറ്റർ. അപ്പൊ 2 സെന്റിമീറ്റർ ആണെങ്കിൽ 200 മീറ്റർ. അങ്ങനെ അളന്ന് നോക്കുക നിങ്ങളത് കേട്ടോ. നോട്ട്സിനകത്ത് ഞാൻ തരാം. അല്ലാതെ നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ച് അളന്ന് നോക്കുക. ടെക്സ്റ്റിനകത്ത് എന്തായാലും അളന്ന് കാണിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ അളന്ന് നോക്കുക. അപ്പൊ അത്രയാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. മാപ്പ് നോക്കി കണ്ടുപിടിക്കാനുള്ളത് ഇത്രയും നമ്മൾ ഇന്ന് പഠിച്ചതാണ്. അപ്പം നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ കൊടുക്കാം. അപ്പം ഇതുവരെ ഉള്ളത് നിങ്ങൾ മാപ്പ് ഇതുവരെ ചെയ്ത ഈ ലെസണിലെ മുഴുവൻ മാപ്പുകൾ നോക്കി അതിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഡൗട്ടുള്ളവർ എനിക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്യുക. ഓക്കെ, ടിൽ ദെൻ സീ യു ഓൺ നെക്സ്റ്റ് ക്ലാസ്. ബൈ.